ഹായ് ഫ്രണ്ട്സ്, ഞാനാണ് നിങ്ങളുടെ കരിഞ്ചട്ട രഞ്ജിത്ത്. നിങ്ങൾക്ക് കോയമ്പത്തൂരിൽ നിന്നൊരു 10 കിലോമീറ്റർ മരുതമല എന്ന ടെമ്പിളിലേക്കാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മരുതമല വന്നാൽ നിങ്ങൾക്ക് ബസ്സിലും 10 രൂപ യാത്ര ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങൾ നടന്നു പോകാം. ഇവിടെ നിന്ന് ഈ പടിയിൽ നിന്ന് നിങ്ങൾക്ക് നടന്നു പോകാൻ വേണ്ടിയിട്ട് ഒരു 400 പടി ഉണ്ടാവും. ഒരു 1.5 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് മരുതമല കയറട്ടോ. സുബ്രഹ്മണ്യൻ്റെ അമ്പലത്തിലേക്ക് മരുതമലയുടെ മേലെ കയറിയാൽ നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്ക് നടന്നും പോവാം. ഇങ്ങനെ യാത്രയായി പോകുമ്പോൾ നിങ്ങൾക്ക് സൈഡിലൊക്കെ നല്ല കാടായിട്ടും കേരള പോലെ എല്ലാ പുല്ലും മലയായിട്ടുണ്ടാവും. അതേപോലെ ഒരു അമ്പലമുണ്ട്. അമ്പലത്തിൽ തൊഴുതിട്ട് നിങ്ങൾക്ക് മേലെ പോവാം. നടന്ന് യാത്ര ചെയ്യാം, നന്നായിട്ടുണ്ടാവും. അതേപോലെ നിങ്ങൾക്ക് വണ്ടിയോ കാറോ ഉണ്ടെങ്കിൽ മരുതമലയുടെ മേലേക്ക് കൊണ്ടുപോകാം. അവിടെ പോയാൽ നിങ്ങൾക്കൊരു 30-40 പടി ഉണ്ടാവും മരുതമല മുരുകനെ കാണാൻ വേണ്ടിയിട്ട്. അവിടെ ഒന്നും പ്രശ്നമല്ല. നിങ്ങളിങ്ങനെ നടന്നു പോകണ വഴിയിൽ നിങ്ങൾക്ക് നെല്ലിക്ക, മാങ്ങ മുറിച്ച് വെച്ചിട്ടുണ്ടാവും. ഇങ്ങനെ കുറേ സാധനങ്ങൾ കഴിക്കാനുള്ളതൊക്കെ. ഇങ്ങനെ കൂൾ ഡ്രിങ്ക്സും ഇതൊന്നും കിട്ടില്ല. അവിടുത്തെ സാധനങ്ങളും ഒക്കെ കിട്ടും നിങ്ങൾക്ക് കഴിക്കാനൊക്കെ ആയിട്ട്. ജോസ്യങ്ങളൊക്കെ നോക്കും. നിങ്ങൾ കിളി ജോസ്യങ്ങളൊക്കെ ഒരു 10-20 ആൾക്കാർ അവിടെ സൈഡിലൊക്കെ ഇരിക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് ആയിട്ട് നിങ്ങൾക്ക് ഫോട്ടോസൊക്കെ എടുക്കാം. നിറയെ സീനറീസൊക്കെ ഉണ്ടാവും. മലയുടെ മേലെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോട്ടോസോ സൈഡിലൊക്കെ ഇരുന്നൊക്കെ എടുക്കാം. കുറച്ച് നേരം വിശ്രമിച്ചിട്ട് പോവാം. മലയുടെ മേലെ ഒരു 1.5 മണിക്കൂർ 1 മണിക്കൂറിൻ്റെ ഉള്ളിലേ വരുള്ളൂ നിങ്ങൾക്ക് മേലെ പോകാൻ. വേഗം നടന്നു കഴിഞ്ഞാൽ. മഴക്കാലത്തിൽ കുറച്ച് കഷ്ടമുണ്ടാവും. ഇവിടെ മേലെ ആദ്യത്തെ ഒരു മുരുകനുണ്ട് മുമ്പിൽ. അത് നിങ്ങൾ കാണാനായിട്ട് നിങ്ങൾ വരി നിൽക്കണം. ഇതാണ് വരി നിൽക്കുന്നത് സൈഡിൽ. ഇത് അതിൻ്റെ മുമ്പിൽ ആൾക്കാർ ഇരിക്കുന്നതാണ്. ആ അമ്പലമാണ് അവിടെ കാണുന്നത് ഉള്ളിലായിട്ട്. അത് വരി നിന്ന് നേരെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ അവിടെ ആദ്യം തൊട്ട് മരുതമലയുടെ മേലെ ഒരു മുരുകൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ പുതുപ്പിച്ചപ്പോൾ വന്ന മുരുകൻ്റെ അമ്പലമാണ് അപ്പുറത്ത്. അതാണ് നിങ്ങൾ കാണാൻ പോണത്. ഈ വരി കഴിഞ്ഞാൽ അവിടേക്ക് ഇത് ചെല്ലും. അതാണ് മേലെ കാണുന്നുണ്ടോ, അതാണ് ആ വരി. ആ മുരുകൻ ഇവിടെയാണ് ഇപ്പോഴത്തെ മുരുകനുള്ളത്. ഈ മുരുകനെ കാണാൻ വേണ്ടിയിട്ടാണ് ഈ വരിയിട്ടുള്ളത്. ഈ വരി കൂടി പോകും. തിരക്കുണ്ടെങ്കിൽ ഈ വരി ഇവിടെയൊക്കെ ആൾക്കാരിൻ്റെ കൂട്ടമായിരിക്കും, തിരക്കായിരിക്കും. അമ്പലത്തിൻ്റെ അവിടെ അമ്പലത്തിൽ പണിയൊക്കെ തുടങ്ങുന്നുണ്ട് കുറച്ചൊക്കെ. അതാണ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കല്ലും ഇതൊക്കെ കാണുന്നത്. ഇത് മലയുടെ അപ്പുറത്തൊന്നും പോകാൻ പറ്റില്ല കേട്ടോ. ഫുൾ മലയാണ്, കാടാണ്, ഫോറസ്റ്റ് ഏരിയ ആണ്. ഇവിടെ നിന്നിട്ട് ഇവിടെ ഫ്രീ ആയിട്ടുള്ള വരിയാണ്. കാശും കൊടുത്ത് കാണാൻ 40-50 റുപ്യ കൊടുത്തവർ ടിക്കറ്റ് ഉണ്ട്. ഇത് പൊതു വഴി എന്ന് പറയും. ഫ്രീ ആയിട്ട് മുരുകനെ കാണാൻ ഉള്ളിൽ പോകണം. ഇതിന് ഈ കമ്പി ചുറ്റി കഴിഞ്ഞ് ഉള്ളിൽ പോയി കഴിഞ്ഞാലാണ് മുരുകനെ കാണാൻ പറ്റുക. ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെ ചുറ്റി പോകണം നേരെ. ആൾക്കാരുണ്ടായിരുന്നില്ല, തിരക്കുണ്ടായിരുന്നില്ല ഞാൻ പോകുമ്പോൾ. അപ്പോൾ ഞാനങ്ങനെ നടന്നെടുക്കായിരുന്നു നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോസ് വീഡിയോ. ഉള്ളിൽ മുരുകൻ്റെ അമ്പലത്തിൽ സുബ്രഹ്മണ്യൻ്റെ ഫോട്ടോ പിടിച്ചാൽ ഫോൺ പിടിച്ച് മേടിക്കും കേട്ടോ അവിടെ. അത് കാരണം കൊണ്ട് അവിടുത്തെ ഇതൊക്കെ എടുക്കാം, സീനറിയൊക്കെ എടുക്കാം. കണ്ടോ, അതിൻ്റെ ഉള്ളിലാണ് മുരുകൻ്റെ ഇത്. അതിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾക്ക് കയറിയിട്ട് തൊഴുതിട്ട് വരാം. ഇത് ഉമ്മറമാണ്. അതിൻ്റെ ഉള്ളിൽ കയറി മുരുകനെ തൊഴുതിട്ട് വരാം. അതിൻ്റെ ഉള്ളിലാണ് മുരുകനുള്ളത്. മുരുകൻ്റെ ശിലയൊന്നും ഫോട്ടോ പിടിക്കാൻ പറ്റില്ല, അത് കാരണം ഫോട്ടോ പിടിച്ചില്ല. നിങ്ങൾക്ക് എങ്ങനെ മരുതമല വരണമെന്നുള്ള ഇത് കാണിച്ചു നിങ്ങൾക്ക് മല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് ബസ്സും കാറോ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാറിൽ മലയുടെ മേലെ കയറി വരാം, അതൊന്നും പ്രശ്നമല്ല. അവിടെ നിന്നൊരു 30-40 പടിയുണ്ട്. നിങ്ങൾ പടിക്കെട്ടി കൂടി വരണമെങ്കിൽ വരാം. ഇത് അമ്പലം കുറച്ച് ഇടിച്ചിട്ടിരിക്കുകയാണ് മുമ്പിൽ. ഇതിൽ ആർച്ചായിട്ട് ചെയ്തിട്ടുണ്ടാവും. നല്ല ഫോട്ടോസ് എടുക്കാം നിങ്ങൾക്ക് മേലെ വന്നാൽ. അമ്പലത്തിൻ്റെ അവിടെയൊക്കെ ആൾക്കാർ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടാവും. നോക്കിയാൽ നിങ്ങൾക്ക് കണ്ടറിയാം. ഈ മലയുടെ മേലെ നിന്ന കോയമ്പത്തൂർ സിറ്റിയെ നിങ്ങൾക്ക് കാണാം വെച്ചാൽ ചെറുതായിട്ട് കാണും. മലയുടെ മേലെയല്ല ഉള്ളത്, അത് കാരണം കൊണ്ട് പറയാൻ കേട്ടോ. ആൾക്കാർ അവിടെ എടുക്കുന്നുണ്ടാവും. അതിൻ്റെ അരിയിൽ തക്കാളി സാദം, പുളിസാദം എന്ന് പറഞ്ഞൊക്കെ ചെയ്ത് ആൾക്കാർക്കൊക്കെ വിൽക്കുന്നുണ്ടാവും. അത് 20 റുപ്യ 30 റുപ്യ എന്തോ ഉണ്ട്. അതൊക്കെ ആൾക്കാർ കഴിക്കുന്നുണ്ടാവും. ഇപ്പോൾ ആൾക്കാർ ഈ സൈഡിലൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്, സീനറി കാണാനാണ്. മലയുടെ മേലെ നിന്ന് നല്ല ചേലുണ്ടാവും. അത് കാരണം ഫുൾ ആൾക്കാർ അവിടെ നിന്ന് എടുത്തിട്ടിരിക്കുന്നുണ്ടാവും ഫോട്ടോസ്. ഞാൻ ഒറ്റയ്ക്കായ കാരണം കൊണ്ട് ഞാനും വീഡിയോ പിടിച്ചിട്ടിരിക്കുകയായിരുന്നു അവരൊക്കെ.
ഇതൊന്ന് ഇറങ്ങേണ്ട ഒരു സൈഡാണ് അവിടെ മരുത്തുമലയിൽ. നമ്മളിപ്പോൾ കയറിയത് വേറെ സൈഡും ഇറങ്ങേണ്ടത് വേറെ സൈഡും. അതിൽ കൂടി ഇറങ്ങാം, നിങ്ങൾക്ക് ഇതിൽ കൂടി ഇറങ്ങാം. ഇതിൽ കൂടി നിന്നാൽ നിങ്ങൾക്ക് ഫോട്ടോസ് നിറയെ എടുക്കാൻ കാരണം കൊണ്ട് ഇവിടെ വന്ന് ഞാൻ ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. കണ്ടോ, ഈ മലയുടെ മേലെ നിന്ന് കോയമ്പത്തൂർ അങ്ങനെ കാണുന്നത് കണ്ടോ ഫുള്ളായിട്ട്. ഇത് താഴത്താണ്, ഞാൻ മേലെ നിന്ന് ഫോട്ടോസ് എടുക്കുകയാണ്. അവിടെ വരയ്ക്കും നിങ്ങൾക്ക് ബസ് വരും കേട്ടോ. നിങ്ങൾക്ക് 10 റുപ്യ കൊടുത്താൽ മരുതമലയിലിരുന്ന് മലയുടെ മേലേക്ക് 10 റുപ്യ കൊടുത്ത ബസ്സുണ്ട്. അവിടുത്തെ മരുതമല ഇതിൽ ട്രസ്റ്റിൽ ബസ് ഇട്ടുണ്ട്, നിങ്ങൾക്ക് ബസ്സിൽ വരാം. അതിന് വരി നിന്ന് വരണം, ഇല്ലെങ്കിൽ നിങ്ങൾ വണ്ടിയിലോ കാറിലോ വന്നാൽ ഈ മലയുടെ അവിടേക്ക് എത്താം, ഒന്നും പ്രശ്നമില്ല. വയസ്സായവർക്കും നിങ്ങൾക്ക് മലയുടെ അവിടേക്ക് വരാം, ഒന്നും പ്രശ്നമില്ല. ഇതാണ് ആ ബസ് വരുന്ന സ്ഥലം കണ്ടോ. മലയുടെ അടുത്തായിട്ട് ബസ്സും വണ്ടിയും കാറൊക്കെ നിൽക്കുന്നുണ്ട്. അത് പടിയിൽ വരാം, ഇത് ഇല്ലെങ്കിൽ ഇവിടെ വന്ന് ചേരാം. ഇന്ന് തിരക്ക് കുറവാണ്, അത് കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് വ്യൂസ് കാട്ടുന്നത്. ഇതൊരു തോട്ടം പോലെ മരുതമലയുടെ അടിയിലൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് പോവാം. ഇനി 10 റുപ്യ ബസ്സിൽ കയറി പോവാം, ഇല്ലെങ്കിൽ അതേ പടി കൂടി പോവാം. ഞാൻ പടി കൂടി പോകാനുള്ള യാത്രയിലാണ് നിൽക്കുന്നത്. ഇതതിൻ്റെ അടിയിലുള്ള അമ്പലത്തിൻ്റെ സ്ഥലം, ഇതൊക്കെയാണ് ഞാൻ ഫോട്ടോ കാണിക്കണം നിങ്ങൾക്ക്. ഞാനിപ്പോൾ ഇതിൽ കൂടി താഴത്ത് ഇറങ്ങി നിങ്ങൾക്ക് ഫോട്ടോസ് പിടിക്കും. ഇത് കണ്ടോ, ബസ് നിൽക്കണമുണ്ടോ, 10 റുപ്യ ബസ്. ഇവിടെ നിന്ന് കയറി പോകാനുള്ള 10 റുപ്യ ബസ് നിൽക്കുന്നുണ്ട്. 2 ബസ് ഇട്ടുണ്ട് മരുതമലയിൽ ഫ്രീ പോണ ബസ്. അതൊന്ന് അവിടുത്തെ ട്രസ്റ്റായിട്ട് ഇട്ടുള്ള ബസ്സാണ്. അതിൽ 10 റുപ്യ കൊടുത്താൽ നിങ്ങൾക്ക് മലയുടെ മേലേക്ക് വരാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പടി കൂടി നടന്നു വരാം കേട്ടോ, ഒന്നും പ്രശ്നമല്ല. നിങ്ങൾ കേരളത്തിൽ നിന്ന് വന്നു കഴിഞ്ഞാലും എവിടെ നിന്ന് വന്നാലും ഈ ബസ്സിൽ കയറാം. കോയമ്പത്തൂരിൽ നിന്ന് 10-12 റുപ്യ ഉള്ള ബസ്സിന്. ഇത് ഞാൻ ഇറങ്ങിയതാണ് മരുതമലയിൽ നിന്ന്. ഇവിടെ വരയ്ക്കും ബസ് വരുന്നുണ്ട്. ഇപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലം വരയ്ക്കും ബസ്സിൽ കാറും ഒക്കെ വരുന്നുണ്ട്. ഇവിടെ നിന്ന് ഒരു 30-40 പടിയുള്ള മരുതമല മേലെ ആൾക്കാർ ഇറങ്ങുന്നുണ്ട്, നിങ്ങൾക്ക് കാണാം. നല്ല മേലെ ഫോട്ടോസ് ഇവിടെയൊക്കെ നിന്ന് എടുക്കാം കേട്ടോ, ഒന്നും പ്രശ്നമില്ല. മലയുടെ അവിടെ ഫുള്ളായിട്ട് കാടാണ്. കാടിൻ്റെ നടുക്കിലാണ് ഒരു അമ്പലം. മരുന്തും മലയാണ് അത്. മരുന്നിൻ്റെ ഫുള്ളായിട്ട് മലയുടെ പേര് മരുന്തും മലയെന്നാണ്. ഇത് മരുതമലയാക്കിയതാണ്. നല്ല സീനറിയാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് അവിടെ നിന്നാൽ ഒരു കാലത്ത് വന്നാൽ ഒരു ഉച്ച 3 മണിയൊക്കെ കൂടി ഇറങ്ങാം. കാലത്ത് നല്ല മഞ്ഞുള്ള സ്ഥലത്ത് വന്നാൽ നന്നായിട്ടുണ്ടാവും കാണാം. വൈകുന്നേരം പോലെ ഉണ്ടെങ്കിൽ നിറയെ ഫോട്ടോസൊക്കെ എടുക്കാം. അതേപോലെയാണ് ഇതിൽ കൂടിയാണ് വണ്ടി പോകണത് കേട്ടോ, കാറൊക്കെ. ഞാൻ ഇതിൽ കൂടി പോകണില്ല, ഞാൻ പടി കൂടി ഇറങ്ങാൻ പോവാണ്. പിന്നെയും വന്നിട്ട് ആ റോഡ് നിന്ന് നിങ്ങൾക്ക് വരണ വഴി ഒന്ന് പിടിക്കണം എന്നുണ്ട്. അപ്പോൾ അതിൽ കൂടി ഞാൻ ഇറങ്ങാൻ പോവാണ്. ഞാൻ കയറി പിന്നെ ഇറങ്ങാൻ പോവാണ്. ഇറങ്ങണമെങ്കിൽ ഇവിടെ ഒരു 400 പടിയുണ്ട്. അങ്ങനെ സുഖമായിട്ട് ഇറങ്ങണം. ഞാൻ ഒറ്റയ്ക്ക് വന്നില്ല, കാരണം നിറച്ച് ലീവ് ആയ കാരണം കൊണ്ട് ഇറങ്ങാൻ യാത്രയായി. കണ്ടോ, ഇതിൽ കൂടിയാണ് ആ റോഡ്. ഈ റോഡ് കാണിക്കാനായിട്ട് ഞാൻ പടിയിൽ ഇറങ്ങിയത്. ഇതിൽ കൂടി കാറും ബൈക്കും ഇതൊക്കെ വരും. അതുപോലെ 10 രൂപ കൊടുത്ത ബസ്സും ഇതിൽ കൂടി വരിക. ഹായ് ഫ്രണ്ട്സ്, ഇതോടെ ഞാൻ യാത്രയായി. നിങ്ങൾ എൻ്റെ വീഡിയോയ്ക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനിയും ഇതേപോലെ ഞാൻ അമ്പലങ്ങളിൽ നിങ്ങൾക്ക് വീഡിയോസ് കാണിക്കാം. അതേപോലെ നിറയെ ഇതൊക്കെ ഇടാം. ഓക്കെ, ബായ്. വീണ്ടും കാണാം. വീണ്ടും നിങ്ങളുടെ കരിഞ്ചറ്റ രഞ്ജിത്ത്. ഓക്കെ, ബായ്. ഞാൻ ഇത് ഈ വഴി കൂടിയാണ് പോണത്. പിന്നെയും അതേ വഴി കൂടി വരണ കാരണം കൊണ്ട് നിങ്ങൾക്ക് ഫോട്ടോസ് പിടിച്ചിട്ടുണ്ട്, അത് കാണുന്നുണ്ട്. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.